ഗഡി, നിന്റെ റീൽസ് കാരണം ഞാനൊക്കെ പെട്ടിരിക്കടാ. എന്റെ റീൽസിന് എന്താ കുഴപ്പം? എൻ്റെ അമ്മായിമേ നിന്റെ റീൽസിന്റെ ഭയങ്കര ആരാധിക. ഒരു ദിവസം അവരിന്ന് നിന്റെ റീൽസ് കണ്ടിന്ന് ഉറക്കെ ചിരിക്കാന്ന്. ആ സമയത്ത് മോളവിടെ അടുത്തേക്കാന്ന്. അപ്പൊ മോളോട് അവര് പറഞ്ഞു, എന്താ ഇയാളുടെ ഒരു പെർഫോമൻസ് നോക്കി, ഈ പ്രായത്തിലും എന്താ ഇയാളുടെ ഒരു കോമഡി എന്ന് പറഞ്ഞു. അപ്പൊ മോള് ഒരു പണിയെ പറ്റി ചെയ്യാൻ. മോള് പറഞ്ഞു, ആൾക്ക് അത്ര പ്രായമായിട്ടൊന്നും ഇല്ല അമ്മമ്മ, അത് അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ്. കൂട്ടേണ്ടി അമ്മായി ചോദിച്ചു, അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അതിനിപ്പോ എന്താ പ്രശ്നം? അത് കണ്ടോടുകൂടി അവരെന്താ പറയണത്, എനിക്ക് നിന്റെ അത്ര അതേ പ്രായമായിണ്ടെന്ന്. അവരുടെ വിചാരം നമുക്കൊരു 65 വയസ്സായിണ്ടെന്ന്. പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. മോള് പറഞ്ഞു, ആൾക്കൊരു 45 വയസ്സായിട്ടുള്ളൂ, ആള് ചെറുപ്പം പോലെ അങ്ങനെ പ്രായമായിട്ട് നടക്കുന്ന പോലത്തെ ഒരാളാ അമ്മമ്മ പറഞ്ഞു. മുപ്പത്തേര് ഒരു പൊടിക്ക് വിട്ടു കൊടുക്കുന്നില്ല. അപ്പൊ ആകെ പ്രശ്നമായിട്ടിരിക്കുക. ആളിപ്പോ പറയണത്, ആൾക്ക് എൻ്റെ SLC സർട്ടിഫിക്കറ്റ് കാണണം, അതേപോലെ തന്നെ നിന്റെ SLC ബുക്കും കാണണം. എന്റെ SLC ബുക്ക് എന്തിനാടാ? രണ്ടാളുടെയും കൂടി ഒന്നിച്ചിരുന്ന് കണ്ടാലേ അത്ര അവർക്ക് എൻ്റെ പ്രായം വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ പറയണത് എനിക്ക് 65 വയസ്സ് തന്നെയാണ്. ലാസ്റ്റ് വലിയൊരു കുടുംബവഴക്കായി മാറിയത്. ഭാര്യയ്ക്കും മോൾക്കും കുഴപ്പമില്ല, പക്ഷേ ഈ അമ്മായിമ്മ സമ്മതിക്കണ്ടേ. അവരാണെങ്കിൽ 2 മാസം മുമ്പൊക്കെ ഒരു 25 ലക്ഷം രൂപ സന്തോഷത്തിന് തന്നിട്ടുണ്ട്. എങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ ആ 25 ലക്ഷം തിരിച്ചു വയ്ക്കും, അത് കൊടുക്കേണ്ടി വരും ചെയ്യും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. ഒരു കാര്യം ചെയ്യേ, ഇന്ന് രാത്രി തന്നെ നമുക്കൊന്ന് പോകണം. അമ്മായിമ്മേനെ കണ്ടിട്ടേ കാര്യങ്ങൾ പറയാം. നീ നിന്റെ SLC ബുക്ക് കൊടുത്തു വാ. ഇന്ന് രാത്രിയാ? എവിടേക്ക്? അധികം ദൂരമൊന്നുമില്ലടാ, തിരുവനന്തപുരം വരെ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ട്രെയിനിലെ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല. ഞാൻ ലോക്കലിൽ കയറി പോവാം. എന്തായാലും നീ വന്നേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യേ, ഞാനൊരു കാര്യം കൂടി പറയാം. നാളെ തൊട്ടേ റീലെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും, ദിവാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി കാണിക്കാറില്ലേ, അതുപോലെ എൻ്റെ പ്രായം 48 വയസ്സാണെന്നും കൂടി അടിയിൽ എഴുതി കാണിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ക്ലാസ്മേറ്റ്സിന് നിന്നെ നിന്നെ കൊണ്ട് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പെടും. ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവും എൻ്റെ ഈ അപ്പിയറൻസ് കാരണം. ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാ. റീൽസ് ഒക്കെ എടുക്കൽ നിർത്താൻ പോവാ. ഞാനത് എങ്ങനെയാന്ന് എന്നോട് പറയാൻ വെച്ചിട്ടായിരുന്നു. നീ റീൽസ് എടുക്കൽ നിർത്തുക നല്ലത്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ടിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തർ വിളിച്ചിട്ട് നീ എൻ്റെ SLC ബുക്കായിട്ട് ഞങ്ങളുടെ കൂടെ വരേണ്ടി വരും. മനസ്സിലായേ? അപ്പൊ ശരിട്ടാ. ഓക്കെ. കടുവായെ കിടുവ പിടിക്കുന്നു